ഹലോ മക്കളെ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. അപ്പോൾ അതാ നിങ്ങളുടെ എക്സാമുകൾ എല്ലാം അടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മോഡൽ എക്സാമുകളും നിങ്ങളുടെ മെയിൻ എക്സാമുകളും ഒക്കെ വളരെ അടുത്തിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ഒരു വർഷത്തോളമായിട്ടുള്ള വളരെയധികം കഠിനാധ്വാനത്തിൻ്റെയും നിങ്ങളുടെ സ്വപ്നങ്ങളുടെയും ഒക്കെ ഫൈനൽ റിസൾട്ടിലേക്ക്, ഏറ്റവും അവസാനത്തെ ആ ഒരു ഫൈനൽ ലാപ്പിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പൂർണ്ണ സഹായങ്ങളുമായിട്ട്, എല്ലാവിധ സഹായങ്ങളുമായിട്ട് ടാർഗറ്റ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓരോ ചാപ്റ്ററിലെയും, ബയോളജിയിലെ ഓരോ ചാപ്റ്ററുകളിലെയും PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിട്ടുള്ള ഒരു ഡിസ്കഷനുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓരോ ചാപ്റ്ററിലെയും PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഈ ഡിസ്കഷൻസ് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ലാഗ് ആക്കുന്നില്ല, അല്ലെങ്കിൽ ലേറ്റ് ആക്കുന്നില്ല, നമ്മൾ വേഗം എന്ത് ചെയ്യാണ്, നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ഓക്കെ ആണല്ലോ? സെറ്റ്. എന്താണ് മക്കളെ ആദ്യത്തെ ചോദ്യം നോക്കിയേ. 2021 മാർച്ചിൽ SLCയുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് കൊടുത്തിട്ടുള്ളത്? Some body activities are given below. Arrange them suitably in the given table. നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. സിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്. അതിന് ചേരുന്ന വിധത്തിൽ മുകളിലുള്ള 4 പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 പോയിന്റുകളുണ്ട്. ഈ 4 പോയിന്റുകളെ കൃത്യമായി സിമ്പത്തറ്റിക് സിസ്റ്റത്തിലേക്കും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലേക്കും നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരിക മക്കളെ? ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, ഹൃദയമിടിപ്പ് കൂടുന്നു. ഹൃദയമിടിപ്പ് എപ്പോഴാ കൂടുക? ഏതിന്റെ ഭാഗമായിട്ടാണ് കൂടുക? സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടല്ലേ. പിന്നെ വരുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താ മക്കളെ? ട്രക്കിയ കൺട്രാക്ട്സ്, അതായത് ട്രക്കിയയിൽ എന്തുണ്ടാവുന്നു, മാറ്റം ഉണ്ടാവുന്നു, ട്രക്കിയ സങ്കോചിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അത് ഏതിലാണ് മക്കളെ വരിക? രണ്ടാമത്തേത് പാരാസിമ്പത്തറ്റിക് അല്ലേ? കാരണം സിമ്പത്തറ്റിക് സിസ്റ്റത്തിലുമാണെങ്കിൽ, സിമ്പത്തറ്റിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണെങ്കിൽ ട്രക്കിയ എക്സ്പാൻസ് എന്നല്ലേ വരേണ്ടത്? ട്രക്കിയ വികസിക്കുന്നു എന്നുള്ള രീതിയിലല്ലേ ഇവിടെ വരേണ്ടിയിരുന്നത്? അല്ല, ഇവിടെ വന്നിട്ടുള്ളത് ട്രക്കിയ കൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്തിലേക്കാണ് അത് വരുന്നത്? അത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്, ഉമിനീരിന്റെ ഉൽപാദനം കൂടുന്നു. ഏതൊരവസ്ഥയിൽ, ഏത് സിസ്റ്റത്തിലാവുന്ന സമയത്താണ് ഉമിനീരിന്റെ ഉൽപാദനം കൂടുന്നത്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടല്ലേ, അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നമ്മൾ ഉമിനീർ ഉൽപാദനം കൂടുന്നു എന്ന് പഠിച്ചിട്ടുള്ളത്? നമ്മുടെ ബോഡി സിമ്പത്തറ്റിക് സിസ്റ്റത്തിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഉമിനീർ ഉൽപാദനം കുറയുകയല്ലേ വേണ്ടത്? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഉമിനീർ ഉൽപാദനം കൂടുന്നു, ഉമിനീരിന്റെ ഉൽപാദനം കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇതിലേക്കായിരിക്കും വരിക, അത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. ഇനി നമുക്ക് ഒരേ ഒരു പോയിന്റേ ഉള്ളൂ, അതെന്താണ്? പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ. പെരിസ്റ്റാൾസിസ് എന്ത് സംഭവിക്കുന്നു? പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ആവുന്നു, പെരിസ്റ്റാൾസിന്റെ വേഗത കുറയുന്നു. അത് ഏതിലാണ് മക്കളെ വരിക? അത് സിമ്പത്തറ്റിക് സിസ്റ്റത്തിലാണ് വരിക. അപ്പൊ എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ് എന്നുള്ള പോയിന്റും പെരിസ്റ്റാൾസിസ് സ്ലോസ് ഡൗൺ എന്ന് പറയുന്ന പോയിന്റുകൾ, ആ 2 പോയിന്റുകൾ സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായും, ട്രക്കിയ കൺട്രാക്ട്സ് അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ് എന്ന് പറയുന്ന പോയിന്റുകൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട് കുറേ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. സിമ്പത്തറ്റിക് സിസ്റ്റവും ഉണ്ട്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും ഉണ്ട്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കൾ? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഓക്കെ, നമ്മളിതാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കുക മക്കളെ? Observe the figure, identify and write the functions of the parts labeled as A, B and C. No need of drawing diagram. അതായത് നമ്മളോട് ചിത്രം വരയ്ക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞത് ചിത്രം നിരീക്ഷിച്ചതിന് ശേഷം ABC എന്ന് ലേബൽ ചെയ്തിട്ടുള്ള, ABC എന്നിങ്ങനെ ലേബൽ ചെയ്തിട്ടുള്ള ആ ഭാഗങ്ങളുടെ പേരും അവയുടെ ഫങ്ഷൻസും അവയുടെ ധർമ്മവും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ട്, എ പാർട്ട് ഏതാ മക്കളെ? എ പാർട്ട് പാർട്ടിന് നമ്മൾ സെറിബ്രം എന്നല്ലേ പറയാ. എന്തൊക്കെയാണ് സെറിബ്രത്തിന്റെ ഫങ്ഷൻസ് മക്കളെ? സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. അതായത്
ചിന്ത, ഭാവന തുടങ്ങിയവയുടെ ഒക്കെ കേന്ദ്രമായിട്ട് വരുന്നത് ഏതാണ്? സെറിബ്രമാണ്. പിന്നെ വരുന്നത് എന്താ മക്കളെ? ഇവോക്സ് സെൻസേഷൻസ്, ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സെറിബ്രോവുമായിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത് എന്താണ് മക്കളെ? കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്, അതായത് ഐച്ഛിക ചലനങ്ങളെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതും സെറിബ്രത്തിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ 3 പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചിന്ത, ബുദ്ധി, ഭാവന തുടങ്ങിയവയുടെ കേന്ദ്രമായിട്ട് വരുന്നു. ഇന്ദ്രിയാനുഭവങ്ങൾ പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. പിന്നെ എന്താണ്? വോളണ്ടറി മൂവ്മെന്റ്സിനെ, ഐച്ഛിക ചലനങ്ങൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന കാര്യം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ എ പാർട്ട് സെറ്റ്. അതേതാണ്? അത് വരുന്നത് സെറിബ്രമാണ്. ഇനി വരുന്നതാണ് മക്കളെ ബി പാർട്ട്. ബി പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം. ഇതേതാണ് മക്കളെ ഭാഗം? ഇതാണ് സെറിബെല്ലം. സെറിബ്രത്തിന്റെ തൊട്ട് താഴത്തായിട്ട് കാണപ്പെടുന്ന സെറിബ്രല്ലം എന്ന് പറയുന്ന ഭാഗം. സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് മക്കളെ? coordinates muscular activities and maintains equilibrium of the body. ബോഡിയുടെ ശരീര തുലനാവസ്ഥ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കൂടാതെ എന്താണ് മക്കളെ? മസ്കുലാർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. പേശി പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. മസ്കുലാർ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം. ആ 2 പോയിന്റുകളാണ് നമുക്ക് ആരുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? സെറിബെല്ലവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ബി പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. ഇനി വരുന്നതാണ് മക്കളെ സി പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചങ്ങായി ഒരു ദണ്ട് പോലെ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളെ മനസ്സിലായി. ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. എന്താണ് മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? controls involuntary actions like heartbeat, breathing, etc. അനൈച്ഛിക ചലനങ്ങളെ, അതായത് ശ്വാസോച്ഛ്വാസം, അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചലനങ്ങളെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മളോട് ആകെ ചോദിച്ചിട്ടുള്ളത് ABC 3 ഭാഗങ്ങളുടെ പേരെഴുതാനും അവയുടെ ധർമ്മം പറയാനുമാണ്. എ പാർട്ട് എന്ന് പറയുന്നത് സെറിബ്രമാണ്, ബി പാർട്ട് എന്ന് പറയുന്നത് സെറിബെല്ലമാണ്, സി പാർട്ട് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. സെറ്റ് ആണല്ലോ? ഓക്കെ. ഇനി നമ്മുടെ 3ാമത്തെ ചോദ്യം എന്താണ്? റീഡ്രോ ദ ഡയഗ്രാം ഓഫ് ന്യൂറോൺ. നെയിം ആൻഡ് ലേബൽ ദ പാർട്സ് പെർഫോമിംഗ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? വരയ്ക്കാനുള്ള ചോദ്യമാണ്. ഈ ഒരു സ്ട്രക്ചർ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? താഴത്ത് 3 ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളുടെ പേരെഴുതി അടയാളപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതിയതിനു ശേഷം അത് അടയാളപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? മക്കളെ മിക്കവാറും നിങ്ങളുടെ പരീക്ഷയിൽ ഒരു ചിത്രം വരച്ച് അടയാളപ്പെടുത്താൻ പറയുന്നുണ്ടെങ്കിൽ അതൊന്നുകിൽ ഇതിന്റെ ചിത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ സ്ട്രക്ചർ, കണ്ണിന്റെ ഘടനയും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇമേജ് ആയിരിക്കും. ഇതിലേതെങ്കിലും ഒരു ഇമേജ് ആണ് പൊതുവെ കാണാറുള്ളത്. ഓക്കെ. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഒന്നാമത്തെ ചോദ്യം എന്താണ്? റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. അതായത് സമീപത്തുള്ള ന്യൂറോണുകളിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമായിട്ടാണ് എ എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് സമീപത്തുള്ള ന്യൂറോണുകളിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതായിരിക്കും മക്കളെ സമീപത്തുള്ള ന്യൂറോണുകളിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഏതായിരിക്കും? അത് ഈ അറ്റം ഏതാണ്? അതിന്റെ ആ ഭാഗത്തിന് നമ്മൾ എന്താ പറയാ? ആ ഭാഗത്തിന്റെ പേരാണ് ഡെൻഡ്രൈറ്റ്. എന്താണ്? ഡെൻഡ്രൈറ്റ്. ആ ഭാഗത്തിന്റെ പേരാണ് എന്ത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ്. രണ്ടാമത്തെ ഭാഗം ക്യാരീസ് ഇമ്പൾസസ് അവേ ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അതായത് ആ ഒരു കോശത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭാഗം, പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണ് മക്കളെ? അതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഏത് ഭാഗം? ആക്സോൺ. ഈ ചങ്ങായി ആക്സോൺ എന്ന് പറയുന്ന ഭാഗം. സെറ്റ് ആണല്ലോ? അപ്പൊ ബി പാർട്ടും സെറ്റ്.
ബി പാർട്ടും സെറ്റ്. ഇനി വരുന്ന ഏതാണ് മക്കളെ? ഇനി വരുന്നതാണ് സി. സി എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്രവിക്കുന്ന, പുറത്തേക്ക് വിടുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ പുറത്തേക്ക് വിടുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ ആ ഭാഗം? ഏതാണ് ആ ഭാഗം മക്കളെ? അത് ഈ ചങ്ങായിന്റെ പേരെന്താ? ഈ ചങ്ങായിന്റെ പേരാണ് സിനാപ്റ്റിക് നോബ്. എന്താണ്? സിനാപ്റ്റിക് നോബ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ആളുകളാണ് ആര്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എ പാർട്ട് ആരാ എന്നുള്ളത് പറഞ്ഞു, ബി പാർട്ട് ആരാണ് എന്നുള്ളത് പറഞ്ഞു, ആൻഡ് സി പാർട്ട് ആരാ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഈ ഒരു ചിത്രം വരച്ച് ഈ 3 കാര്യങ്ങൾ അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 മാർക്കാണ്. സെറ്റ് ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം 2021 SLC എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാറ്റിസ്. അതായത് ഒരു മാർക്കിന്റെ ചോദ്യമായിരുന്നു 2021 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള 1 മാർക്കിന്റെ ചോദ്യമാണ്. എന്താണ്? ശരീര തുലനാവസ്ഥ, മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാറ്റിസ് അല്ലെങ്കിൽ ആന്തരിക സമസ്ഥിതി പാലനം, കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആന്തരിക സമസ്ഥിതി പാലനം ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാനായി സഹായിക്കുന്ന ബ്രെയിനിന്റെ പാർട്ട് ഏതാണ് അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? ആന്തര സമസ്ഥിതി പാലനം ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ എ സെറിബ്രം ഉണ്ട്, ഓപ്ഷൻ ബി തലാമസ് ഉണ്ട്, ഓപ്ഷൻ സി മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉണ്ട്, ആൻഡ് ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ് ഉണ്ട്. സെറിബ്രം ഉണ്ട്, തലാമസ് ഉണ്ട്, മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉണ്ട്, ആൻഡ് ഹൈപ്പോതലാമസ് ഉണ്ട്. ഗുരുജി ഓടിക്കൊണ്ടിരിക്കാനൊന്നും നമുക്ക് പറയാനൊന്നും നേരല്ല, അതുകൊണ്ട് സാറ് പെട്ടെന്ന് തന്നെ ഉത്തരം പറയാണ്. ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇത് ആന്തര സമസ്ഥിതി പാലനം എന്ന് പറയുന്ന വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. സെറ്റാണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ശരിയായ രീതിയിൽ ഈ ഒരു ടേബിൾ നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? സെറ്റ്. എന്താണ് മക്കളെ തന്നിട്ടുള്ളത്? ആദ്യം തന്നിട്ടുള്ളത് സിംറ്റം, പിന്നെ തന്നിട്ടുള്ളത് കോസസ് ആൻഡ് ഡിസീസ്. അതായത് ഇത് നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ചില രോഗങ്ങളുമായിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള അതിന്റെ കാരണം മാത്രമേ നമുക്ക് ഒന്നാമത്തെ ആളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്നിട്ടുള്ളൂ. എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പാമൈൻ ഇൻ ദ ബ്രെയിൻ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. അതായത് മസ്തിഷ്കത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിന്റെ അളവിൽ എന്ത് വരുന്നു? കുറവ് അനുഭവപ്പെടുന്നു എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഏതായിരിക്കും മക്കളെ ആ രോഗം? നമുക്ക് ആദ്യം ആ രോഗം പറയാം. ഏതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ ഏത് രോഗമായിരിക്കും അത്? ആ രോഗത്തിന്റെ പേരാണ് പാർക്കിൻസൺസ് ഡിസീസ്. എന്താണ്? പാർക്കിൻസൺ രോഗം എന്ന് പറയുന്നതാണ് ശരീരത്തിൽ മസ്തിഷ്കത്തില് ഡോപ്പമൈന്റെ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമൈന്റെ അളവിൽ കുറവ് വരുന്നത് വഴി ഉണ്ടാവുന്ന അസുഖമാണ് ഏത് മക്കളെ? പാർക്കിൻസൺസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ്. എന്തായിരിക്കും മക്കളെ അതിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്? എന്തൊക്കെയായിരിക്കും അതിന്റെ രോഗലക്ഷണം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം ബോഡി ബാലൻസ് നഷ്ടപ്പെടുക, ലോസ് ഓഫ് ബോഡി ബാലൻസ്. പിന്നെ എന്താണ് മക്കളെ? സലൈവേഷൻ. അതായത് എന്താണ്? ഉമിനീരിന്റെ അനിയന്ത്രിതമായിട്ടുള്ള പ്രവാഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സലൈവേഷൻ. പിന്നെ എന്താണ്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, മസിലിന് പേശികൾക്ക് വിറയൽ അനുഭവപ്പെടുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 3-4 രോഗലക്ഷണങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. പേശികൾക്ക് വിറയൽ അനുഭവപ്പെടുന്നു, അതുപോലെ തന്നെ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നു, പിന്നെ എന്താണ്? സലൈവേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ പറഞ്ഞിട്ടുള്ള 3-4 രോഗലക്ഷണങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക? മക്കൾ ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ 1ഉം 3ഉം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നതാണ് നമുക്ക് 2ഉം 4ഉം ഫില്ല് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സിംറ്റംസ് മാത്രമാണ്.
നമുക്ക് നേരത്തെ തന്നത് അതിൻ്റെ കാരണമായിരുന്നു, ഇവിടെ കാരണമല്ല, നമുക്ക് അതിൻ്റെ സിംറ്റംസ് മാത്രമേ ഉള്ളൂ. എന്താണ്? ലോസ് ഓഫ് മെമ്മറി ആൻഡ് ഇൻഎബിലിറ്റി ടു ഡു റുട്ടീൻ വർക്ക്സ്. ലോസ് ഓഫ് മെമ്മറി ആൻഡ് ഇൻഎബിലിറ്റി ടു ഡു റുട്ടീൻ വർക്ക്സ്, അതായത് ഓർമ്മ നഷ്ടപ്പെടുകയും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെയും വരിക. നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന റൂട്ടീൻ വർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ ഏതായിരിക്കും മക്കളെ ആ ഡിസീസ്? ആ ഡിസീസിന്റെ പേരാണെന്ത്? അൽഷിമേഴ്സ് എന്ന് പറയും. നിങ്ങൾ മോഹൻലാലിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? അൽഷിമേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ. ആ സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിൽ പെട്ടെന്നൊരു ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കാണാത്ത ആൾക്കാരൊന്നും പ്രശ്നമില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അൽഷിമേഴ്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് എന്താ മക്കളെ? അതിൻ്റെ കാരണം എന്താണ്? Degeneration of neurons due to the accumulation of an insoluble protein in the brain. അതായത് ബ്രെയിനിലുള്ള നാഡീകോശങ്ങളിൽ അലേയമായിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്നത് വഴിയാണ് ഏത് തരത്തിലുള്ള രോഗം? അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം എന്ന് പറയുന്നത് ബ്രെയിനിലുള്ള നാഡീകലകളിൽ അലേയമായിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും അതുവഴി ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. അതായത് ബ്രെയിനിൽ ഒരു പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, നമ്മുടെ ന്യൂറോൺസ് ഒക്കെ നശിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? അൽഷിമേഴ്സ് പോലുള്ള ഒരു രോഗം സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഓക്കെ. അടുത്ത ചോദ്യം. We withdraw our hand when accidentally touch on a sharp object. What kind of response is mentioned here? Name 2 type of such response. ഒന്നുമില്ല മക്കളെ, നിങ്ങളിപ്പോൾ വളരെ കൂർത്തിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുവിലൊക്കെ അറിയാതെ കൈ വെക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ കൈ തിരിച്ചെടുക്കും. ഏത് തരത്തിലുള്ള റെസ്പോൺസിനെ കുറിച്ചാണ്, ഏത് തരത്തിലുള്ള ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ? അതാണ് റിഫ്ലക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താ മക്കളെ? നെയിം 2 type of such responses. ഇങ്ങനെയുള്ള റിഫ്ലക്സ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിഫ്ലക്സ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് സ്പൈനൽ റിഫ്ലക്സ് ആണ്, പിന്നെ എന്താണ് മക്കളെ? ഒന്നെന്താണ്? സെറിബ്രൽ റിഫ്ലക്സ് ആണ്. ഒന്ന് സ്പൈനൽ റിഫ്ലക്സ് ആണ്, ഒന്നെന്താണ് മക്കളെ? സെറിബ്രൽ റിഫ്ലക്സ് ആണ്. സ്പൈനൽ റിഫ്ലക്സും ഉണ്ട്, സെറിബ്രൽ റിഫ്ലക്സും ഉണ്ട്. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഓക്കെ. അടുത്ത ചോദ്യം വലിയൊരു ചോദ്യമാണെന്നൊക്കെ കാണുമ്പോൾ തോന്നും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ യൂസിങ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. നമുക്കൊരു കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യുക? ഇവിടെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ബ്രെയിനിന്റെ ഓരോ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാർട്ടാണെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. ഒന്നാമത്തെ കാര്യം, കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ്. പേശി പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പം ബ്രെയിനിന്റെ ഏത് പാർട്ടായിരിക്കും ആ ഒരു കാര്യം ചെയ്യുന്നത്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പം ബ്രെയിനിന്റെ ഏത് പാർട്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? ഏതാണ്? സെറിബ്രല്ലം അല്ലേ മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. എന്താണ്? സെറിബെല്ലം. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്ന് സെറിബെല്ലത്തിനെ പിക്ക് ചെയ്തു. സെറ്റ്. ഇനി വരുന്നത് രണ്ടാമത്തേത്, അതായത് അതിൻ്റെ ഏതോ ഒരു ഫംഗ്ഷന് കൂടെ ഇതിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു ഫംഗ്ഷന് കൂടെ ഈ ഒരു ചാർട്ടിലുണ്ട്. അത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? ദാ മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ തുലനാവസ്ഥ, ആ ഒരു ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നിലനിർത്തുന്നു എന്നൊക്കെ പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ്? സെറിബെല്ലവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ 1ഉം 2ഉം നമ്മൾ ഫില്ല് ചെയ്തു. സെറ്റാണല്ലോ? ഓക്കെ. ഇനി വരുന്നത് എന്താ മക്കളെ? ഇനി വരുന്നത് സെറിബ്രവുമായിട്ട് ബന്ധപ്പെട്ട 2 പോയിന്റുകൾ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. സെറിബ്രവുമായിട്ട് ബന്ധപ്പെട്ട 2 പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ദാ അവിടെ തന്നെ കിടക്കുന്നു. എന്താണ്? ഇവോക്ക് സെൻസേഷൻ, ഇന്ദ്രിയാനുഭൂതി ഉളവാക്കുന്നു.
ഇന്ദ്രിയാനുഭൂതി ഉളവാക്കുന്നു, ഇന്ദ്രിയാനുഭൂതി ഉളവാക്കുന്നു, ഇന്ദ്രിയാനുഭൂതി ഉളവാക്കുന്നു. പിന്നെ എന്താണ് മക്കളെ? ഇതാ തൊട്ടടുത്ത് സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ തുടങ്ങിയവയുടെ ഒക്കെ കേന്ദ്രമായിട്ട് വരുന്നത് ആരാണ്? 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 സെറിബ്രമാണ്, സെറിബ്രമാണ്, സെറിബ്രമാണ്. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? സെറ്റാണല്ലോ? ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി വരുന്നത് ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് കൂടെ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലുള്ള 2 സ്റ്റേറ്റ്മെന്റുകളോടെ ഇവിടെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്. ആവേഗങ്ങളുടെ റിലേ സ്റ്റേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഏത് ഭാഗമാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏത് ഭാഗമാണ് മക്കളെ? തലാമസ് അല്ലേ? തലാമസ് അല്ലേ? തലാമസ് അല്ലേ? തലാമസ് അല്ലേ? തലാമസ് അല്ലേ? ഓക്കെ, അപ്പൊ 3ന്റെ ആൻസർ എന്താണ്? തലാമസ് എന്നുള്ളതാണ്. സെറ്റ്. ഇനി നമ്മുടെ കയ്യിൽ ആകെ ഒരു സെന്റൻസേ ബാക്കിയുള്ളൂ. ആ സെന്റൻസ് ആണ് ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. എന്താണ് ആ സെന്റൻസ്? അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ടു ദ സെറിബ്രം. അതായത് പല ഭാഗത്തു നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് അവയെ ബ്രെയിനിലേക്കും നമ്മുടെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചുമുള്ള അവയുടെ പ്രേക്ഷണം സാധ്യമാക്കുന്ന ഭാഗം കൂടിയാണ് ഏത് മക്കളെ? ഏതാണ്? 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 തലാമസ്, 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 തലാമസ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സെറ്റ് ആണല്ലോ? ഒന്നുമില്ല മക്കളെ, കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചാർട്ട് കൊടുത്തിട്ടില്ലേ? ആ ചാർട്ടിൽ നിന്നുള്ള പോയിന്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ കൃത്യമായിട്ട് അവരെടുത്ത് ഒരു ടേബിൾ മോഡൽ ആക്കിയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ആ ഒരു സംഭവം, ആ ഒരു ചാർട്ട് എന്ത് ചെയ്യുക? പഠിച്ച് സെറ്റ് ആക്കി വെക്കുക. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടൈപ്പ് ചോദ്യം തന്നെയാണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം, ഏതാണ് ഈ സെല്ല്? ഐഡന്റിഫൈ ദ സെൽ. മക്കളെ സിമ്പിൾ ചോദ്യടാ, സിമ്പിൾ ചോദ്യം. ഏതാണ്? 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 നാഡീകോശം, ന്യൂറോണ്, ന്യൂറോണ് അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയുന്നതാണ്. അപ്പൊ സെറ്റ് ആവുപോയി. പിന്നെ നെയിം ദ പാർട്സ് ലേബിൾഡ് എ ആൻഡ് ബി. എ എന്ന് പറയുന്ന ഭാഗം ആൻഡ് ബി എന്ന് പറയുന്ന ഭാഗത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എയുടെ പേരെന്താ മക്കളെ? എയുടെ പേരെന്താ? എയുടെ പേരെന്താ? ഡെൻഡ്രോണ്, ഡെൻഡ്രോണ്, ഡെൻഡ്രോണ്. ഇതാ ഈ ഭാഗമാട്ടോ നമ്മളോട് ചോദിച്ചേ. ഇതാ ഈ ഒരു പോർഷനാണ് നമ്മളോട് ചോദിച്ചത്. ഇതാ ഇങ്ങനെയുള്ള ഈ ഒരു കൂർപ്പ് സാറിപ്പം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ പേരെന്താ? ഡെൻഡ്രോണ്. പിന്നെ വരുന്നത് എന്താ മക്കളെ? ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഭാഗം, ഇതാ ഇവിടെ. ആ ഭാഗത്തിന്റെ പേരെന്താ മക്കളെ? ആക്സോണ്, ആക്സോണ്, ആക്സോണ്. അപ്പൊ ഡെൻഡ്രോണും പറഞ്ഞു, ആക്സോണും പറഞ്ഞു. സെറ്റ് ആണല്ലോ? ഓക്കെ, ഇനി വരുന്നതാണ് മൂന്നാമത്തേത്. റൈറ്റ് ഡൗൺ ദ ഫങ്ഷൻ ഓഫ് സി. സി എന്ന് പറയുന്ന ഭാഗത്തിന്റെ പേരൊന്നും വേണ്ട, പക്ഷെ അതിന്റെ ധർമ്മം നമ്മൾ എഴുതി കൊടുക്കണം. സി എന്ന് പറയുന്ന ഭാഗത്തിന്റെ പേരൊന്നും വേണ്ട, പക്ഷെ എന്ത് ചെയ്യണം? അതിന്റെ ധർമ്മം നമ്മൾ എഴുതി കൊടുക്കണം. എന്താണ് മക്കളെ സി എന്ന് പറയുന്ന ഭാഗത്തിന്റെ ധർമ്മം? പ്രൊഡക്ഷൻ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ വെൻ ഇമ്പൾസ് റീച്ചസ് ദേർ. ആവേഗങ്ങൾ ആ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഏത് ഭാഗത്തിന്റെ ധർമ്മം? സി എന്ന് പറയുന്ന ഭാഗത്തിന്റെ ധർമ്മം. സി എന്ന് പറയുന്ന ഭാഗത്തിന്റെ ധർമ്മം എന്താണ്? അതാണ് എന്നുള്ള കാര്യം സെറ്റ് ആണല്ലോ? ഓക്കെ, ഇനി വരുന്നതാണ് അടുത്ത ചോദ്യം. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 4 സെന്റൻസുകൾ അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് ഏത് ഭാഗമാണ് മക്കളെ? ബ്രെയിൻ അല്ലേ? ബ്രെയിൻ അല്ലേ? ബ്രെയിൻ അല്ലേ? ഓക്കെ, ബ്രെയിൻ ആണ്. സെറ്റ്. അടുത്തത്, കോർഡിനേറ്റ് ദ റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ഡ്യൂറിങ് വാക്കിംഗ് ആൻഡ് റണ്ണിങ്. നമ്മൾ ഓടുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അടുപ്പിച്ച് വളരെ വളരെ പെട്ടെന്നുണ്ടാവുന്ന മൂവ്മെന്റുകളെ, ചലനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഏത് ഭാഗമാണ്? ഏത് ഭാഗമാണ്? ഏത് ഭാഗമാണ്? സ്പൈനൽ കോഡ് അല്ലേ? സ്പൈനൽ കോഡാണ്, സ്പൈനൽ കോഡാണ്, സ്പൈനൽ കോഡാണ്. അപ്പൊ ഇത് ഏതിലേക്ക് വരുന്നു? സ്പൈനൽ കോഡിലേക്ക് വരുന്നു. സെറ്റ്. അടുത്തത്, ഇമ്പൾസസ് ഫ്രം ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രോ ഫ്രം ദ ബ്രെയിൻ. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ബ്രെയിനിലേക്കും തിരിച്ചും വരുന്ന ആവേഗങ്ങളെ കൃത്യമായിട്ട് കടത്തിവിടുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് ഭാഗമാണ്? ബ്രെയിനിലേക്ക് കടത്തിവിടുകയും തിരിച്ചും കൊണ്ടുവരുന്നത് ഒക്കെ ഏത് ഭാഗമാണ് മക്കളെ? സ്പൈനൽ കോഡ് അല്ലേ? സ്പൈനൽ കോഡ് അല്ലേ? സ്പൈനൽ കോഡ് അല്ലേ? സ്പൈനൽ കോഡ് അല്ലേ? ഓക്കെ, അപ്പൊ അതും സെറ്റ്. പിന്നെ വരുന്നത് നാലാമത്തേത്,
കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുകയും പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗം ഏതാണ് മക്കളെ? ബ്രെയിൻ അല്ലേ? ബ്രെയിൻ അല്ലേ? ബ്രെയിൻ അല്ലേ? അപ്പൊ ഇതെന്താണ്? അതെന്താണ്? ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ്. സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 4 കാര്യങ്ങളെയും 4 പോയിന്റുകളെയും കൃത്യമായിട്ട് എന്ത് ചെയ്തു? അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സെറ്റ്. അടുത്തത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് മക്കളെ? ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു ചിത്രവും കൂടിയാണ് ഇത്. ഒന്നാമത്തെ ചോദ്യം, ഈ പാർട്ടിന്റെയും അതുപോലെ തന്നെ ഈ പാർട്ടിന്റെയും പേര് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ 1 and 2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളുടെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ പേര്? ഒന്നാമത്തെ ഭാഗത്തിന്റെ പേരാണ് സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദനാഡി എന്ന് പറയും. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദനാഡി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളെ, ഇവിടെ ഉള്ള ആളെ നമ്മൾ എന്താ പറയാ മക്കളെ? അതിന്റെ പേരാണ് ഇന്റർന്യൂറോൺ. ഇന്റർന്യൂറോൺ എന്ന് പറയുന്ന ഭാഗമാണ് ഇത് ഈ ഒരു 2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, അടുത്ത ചോദ്യം. ആർ ഓൾ ആക്സിഡന്റൽ റെസ്പോൺസസ് കൺട്രോൾഡ് ബൈ 3? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. അതായത് ഇത് കുറച്ച് രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ എല്ലാ റെസ്പോൺസുകളെയും, വളരെ പെട്ടെന്നുണ്ടാവുന്ന എല്ലാ ആക്സിഡന്റൽ റെസ്പോൺസുകളെയും നിയന്ത്രിക്കുന്നത് 3 എന്ന് നമ്പർ കൊടുത്തിട്ടുള്ള ഈ ഭാഗമാണോ? അല്ലെങ്കിൽ ഏത് ഭാഗമാണ് ചില പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അതായത് വളരെ പെട്ടെന്നുണ്ടാവുന്ന എല്ലാ മൂവ്മെന്റുകളെയും നിയന്ത്രിക്കുന്നത് 3 എന്ന് നമ്മൾ നമ്പർ കൊടുത്തിട്ടുള്ള, ചിത്രത്തിൽ 3 എന്ന് നമ്പർ കൊടുത്തിട്ടുള്ള ഭാഗം തന്നെയാണോ? അല്ലെങ്കിൽ ഏത് ഭാഗങ്ങൾ കൂടെ ഇതിൽ സഹകരിക്കുന്നുണ്ട്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. മക്കളെ, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ ഈ 3 എന്ന് നമ്പർ കൊടുത്ത ആരാന്ന് അറിയണം. ആരാണിവൻ എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഉത്തരം എഴുതിയിട്ട് കാര്യമുള്ളൂ. കാരണം ഈ ഭാഗത്തിന്റെ പേരറിയില്ലെങ്കിൽ മറ്റേ ആളെ പേരും നമുക്ക് കിട്ടൂല, നമ്മുടെ ഉത്തരങ്ങൾ മാറിപ്പോവും. സെറ്റാണല്ലോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ മക്കളെ വരിക? നോ, ഓൾ റിഫ്ലെക്സ് ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സ്പൈനൽ കോഡ്. അപ്പൊ ഈ ചെങ്ങായിന്റെ പേരെന്താ മക്കളെ? സ്പൈനൽ കോഡ്. ഓക്കെ ആണോ? അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ റിഫ്ലെക്സ് പ്രവർത്തനങ്ങളൊന്നും സ്പൈനൽ കോഡിന്റെ കൺട്രോളിലല്ല. ചില റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രോവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? സെറിബ്രൽ റിഫ്ലക്സുകൾ എന്ന് പറയുന്നത്. ചില റിഫ്ലക്സുകളെ നിയന്ത്രിക്കുന്നത് സെറിബ്രോവുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണമായിട്ട് ഏതാ കൊടുക്കുക മക്കളെ? when we close our eyes or when something falls into it. അതായത് വളരെ പെട്ടെന്ന് ശക്തിയേറിയ ഒരു പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കണ്ണിലേക്ക് വീഴാൻ പോവുകയോ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിറുക്കി അടയ്ക്കുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ്? നമ്മുടെ സെറിബ്രോവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനെ സെറിബ്രൽ റിഫ്ലക്സുകൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. സ്പൈനൽ റിഫ്ലക്സും ഉണ്ട്, സെറിബ്രൽ റിഫ്ലക്സും ഉണ്ട്. ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ചോദ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് 2019 ചോദ്യമാണ്. 2019 SLC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2019 SLC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലെ, ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയെല്ലാം വളരെ PYQ ക്വസ്റ്റ്യൻസിൽ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സമയം കൊണ്ട് കടന്നു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കുക. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും. ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നവും വരില്ല. നമ്മൾ നല്ല ചില്ലായിട്ട്, നമ്മൾ നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി വരും.
അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അടിച്ചു പൊളിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ഷോർട്സിലൂടെയും അങ്ങനെയൊക്കെ ആയിട്ട് പല കണ്ടന്റുകളും, നിങ്ങളുടെ SLC എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട പല കണ്ടന്റുകളും ഇനി വരും. അത് ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ വരാറുണ്ട്. അത് വരികയും ചെയ്യും. പല സർപ്രൈസുകളും ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ എന്ത് ചെയ്യുക? നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൺ ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാനും ക്ലാസ്സുകൾ കേട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും സാധിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സുകളുമായിട്ട്, അടുത്ത ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താങ്ക് യു ഗൈസ്. അടിച്ചു പൊളിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക, ഇഷ്ടപ്പെട്ട് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. സെറ്റ് ആണല്ലോ? ഓക്കെ, ബൈ.